നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുമെങ്കിൽ പോലും ഉപരിപഠനത്തിന് അന്തിമ നിമിഷത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് വ്യാപാര മേഖലയിൽ നിന്നും പിന്മാറി നല്ല കൃത്യമായുള്ള രീതിയിൽ പല ജോലികൾക്കും അപേക്ഷിക്കുവാനും ഒരുപക്ഷെ ഗവൺമെൻറ് ജോലിയൊന്നും ഈ ഒരു വർഷം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലഭിച്ച ജോലിയിൽ പ്രവേശിക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ നിന്നും തിരിച്ചു വന്ന, അതായത് സ്വന്തം നിലയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമല്ല, സ്ഥാപനത്തിന് പല പദ്ധതികളും ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തിരിച്ചു വരുന്ന പലർക്കും മുമ്പുണ്ടായിരുന്ന മേലധികാരികളും ഉടമസ്ഥരും തന്നെ ആദ്യം അവിടെ ജോലിയിൽ ചേരുവാനുള്ളൊരു പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും അതിന് തക്കവണ്ണം യാത്ര പുറപ്പെടുവാനും ഇടയുണ്ട്. വിദഗ്ധമായുള്ള ചികിത്സകളാലും വിശ്രമത്താലും സന്താന സൗഭാഗ്യത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്ന് പിന്മാറി വ്യാപാര മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കും. ഒരുപക്ഷെ ആധുനിക പ്രചരണ രീതികൾ ഇതിന് ഉപോത്ബലകമായി തീരുവാനും ഇടയുണ്ട്. സംഭവബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അടിസ്ഥാനരഹിതമായുള്ള ആരോപണങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി ഈ വക അനിഷ്ടങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടവരും. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകുമെങ്കിൽ പോലും ഒരുപക്ഷെ 2027 ആദ്യത്തിൽ മാത്രമേ അതൊരു പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധിക്കുകയുമുള്ളൂ. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. ഗതിവിഗതികൾക്കനുസരിച്ച് സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ചില പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാനിടയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാനും ജൂൺ മാസം 15-ന് ശേഷം അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. മറ്റ് ചിലർക്ക് ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. വ്യാമോഹങ്ങൾ പലതും ഒഴിവാക്കി വളരെ കൃത്യമായുള്ള രീതിയിൽ ഇനി മുതൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും കൊണ്ടും അങ്ങനെ സമീപനം സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. പൂർവികമായിട്ടുള്ള സ്വത്ത് വിൽപ്പന ചെയ്ത് പട്ടണത്തിൽ ഗൃഹം വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ട് പുനരാലോചിക്കുവാനിടവരും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധ്യത കാണുന്നു. അവധിയെടുത്തുകൊണ്ട് പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാൻ സാധ്യത കാണുന്നു. വികസ്വര രാഷ്ട്രത്തിലെ വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷിക്കുന്ന പലർക്കും പ്രാരംഭത്തിൽ തിരസ്കരിക്കപ്പെടുമെങ്കിൽ പോലും പുനരപേക്ഷ നൽകുന്നതിൽ അനുകൂലമായിട്ടുള്ള സ്വീകാര്യത വന്നു ചേരുവാനും
പുനരപേക്ഷ നൽകുന്നതിൽ സ്വീകാര്യത വന്നു ചേരുവാനും പ്രാഥമികമായിട്ട് ഫീസ് അടയ്ക്കുവാനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ ഇടയുണ്ട്. പുതിയ ഭരണ സംവിധാനം പലർക്കും തൃപ്തികരമല്ല എന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അവർക്കെല്ലാം തന്നെ പരിശീലനം കൊടുക്കുവാനും സാധ്യതയുണ്ട്. വിദേശ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും അവിടുത്തെ ദൈനംദിന ചെലവുകൾ വർദ്ധിച്ചു വരുന്നതിനാൽ അങ്ങനെയുള്ള ജോലികൾക്കെല്ലാം തന്നെ തൽക്കാലത്തേക്ക് പോകുന്നത് ഒഴിവാക്കുവാനും ഇടയുണ്ട്. കഴിവുള്ളവരെ അംഗീകരിക്കുന്നത് വഴിയും അനുമോദിക്കുന്നത് വഴിയും ആശ്വാസത്തിനും കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. സമൂഹത്തിൽ ഉന്നതരെ പരിചയപ്പെടുന്നത് വഴി പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും പുതിയ ഭരണ പരിഷ്കാരം ആവിഷ്കരിക്കുവാനും സാധ്യതയുണ്ട്. കാർഷികമായുള്ള മേഖലകളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അനുകൂലമായുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനും ഈ ഒരു പാത തുടരുവാനും തീരുമാനിക്കുന്നതും ആയില്യം നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ജോലിയോട് ബന്ധപ്പെട്ട് ചില ചുമതലകൾ അധികമായിട്ട് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ദൂരദേശവാസം വേണ്ടി വരുവാനിടയുണ്ട്. എന്നാൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് മറ്റ് ജോലികൾക്കൊക്കെ ജൂൺ മാസം പകുതി വരെ അപേക്ഷകളൊക്കെ നൽകുമെങ്കിൽ പോലും തത്തുല്യമായിട്ടുള്ളത് ലഭിക്കാത്തതിനാൽ നിലവിലുള്ളതിൽ തുടരുവാൻ തന്നെ തീരുമാനിക്കുവാനാണ് യോഗമുള്ളത്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായുള്ള പുരോഗതിയും സാമ്പത്തികമായുള്ള ഭദ്രതയും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും വിറ്റുവരവുള്ള വിഭാഗം വിപുലീകരിച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും 2027 ജൂൺ വരെയും വിചാരിച്ച പോലെ നേട്ടം ഈ പ്രചരണത്തിനൊരു പരിധിയായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമയബന്ധിതമായിട്ട് മാത്രം പണം മുതൽ മുടക്കാൻ തീരുമാനിക്കും. ഈ ഒരു തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കരാർ ജോലികളാണെങ്കിലും പരീക്ഷകളാണെങ്കിലും അതിൽ കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിൽ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു പക്ഷേ ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുമെങ്കിൽ പോലും താരതമ്യേന ഭേദപ്പെട്ട വിദ്യാലയത്തിലാണ് ഉന്നത വിദ്യാലയങ്ങളിൽ പേരുകേട്ട വിദ്യാലയങ്ങളിൽ പ്രവേശനം എന്ന സങ്കല്പത്തോടുകൂടി അപേക്ഷകളൊക്കെ നൽകുമെങ്കിൽ പോലും ലഭിച്ച വിദ്യാലയത്തിൽ ചേരുക തന്നെ ആയിരിക്കും നന്നാവുക. കരാർ ജോലികൾ പലതും ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിൽ പോലും പണം കുറച്ചുകൊണ്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തീർക്കുന്ന വിധത്തിലുള്ള കരാർ ജോലികളൊന്നും തന്നെ വിജയിക്കാൻ സാധ്യതകൾ വളരെ കുറവായിരിക്കും. എന്നാൽ 2027 ഒടുവിൽ മുതൽ 2028 2029 കാലങ്ങളിൽ, അതായത് ദീർഘകാല കരാർ ജോലികളാണെങ്കിൽ അതിൽ വിജയം കൈവരിക്കുവാനും അതല്ലാത്ത നിലയിൽ ഈ വർഷം തന്നെ പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുകയാണെങ്കിൽ മറ്റൊരാൾ പണം മുതൽ മുടക്കിയിട്ടും അതിൻ്റെ പൂർണ്ണമായുള്ള ഭരണ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള കരാർ ജോലികളാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഏറ്റെടുക്കാവുന്നതുമാണ്. പല പ്രകാരത്തിലും ചിലർക്ക് സാംക്രമിക രോഗങ്ങളായിരിക്കാം, മറ്റുള്ള ചിലർക്ക് പകർച്ചവ്യാധി ആയിരിക്കാം, വേറെ ചിലർക്ക് ഈ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ളൊരു അതായത് പ്രകൃതിയിലെ വ്യത്യാസങ്ങളെ കൊണ്ട് അസുഖങ്ങളായിരിക്കാം. എന്തായാലും നീർക്കെട്ട് കഫക്കെട്ടൊക്കെ ഉണ്ടാവുന്നതിൻ്റെ വെളിച്ചത്തിൽ 1-2 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി അനാവശ്യമായുള്ള ചെലവുകളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും യോഗമുണ്ട്. അബദ്ധങ്ങളെ അതിജീവിക്കുവാൻ തന്നെ ഒരു പക്ഷേ ഈ ഒരു മാസം മാത്രമല്ല ഒരു വർഷത്തേക്ക് അഹോരാത്രം പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഒരു ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും.
വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് നിത്യച്ചെലവ് വർദ്ധിക്കുന്നത് വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാനോ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാനോ തീരുമാനിക്കും. വേറെ ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി വർഷങ്ങളായിട്ട് അപേക്ഷിച്ചിട്ടും ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ, അവിടുത്തെ താമസത്തിനുള്ള അനുമതി നിഷേധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാനും അവിടേക്ക് മാറി താമസിക്കുവാനും സാധ്യതയുണ്ട്. വിജയപ്രതീക്ഷകളോട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ കാലതാമസമുണ്ടാകുന്നത് വഴി സ്വല്പം ആശങ്ക വർദ്ധിക്കുവാനിടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒരുപക്ഷെ കൂടുതൽ പണം വായ്പ എടുത്തും കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലെല്ലാം തന്നെ വിചാരിച്ച പോലെ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനിടവരും. മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം ജന്മനാട്ടിൽ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് വന്നു പോകുവാൻ തക്കവണ്ണം അവധിക്ക് അപേക്ഷകൾ നൽകുവാനിടവരുമെങ്കിൽ പോലും നിരസിക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ മാതാപിതാക്കളെ അന്യനാട്ടിലേക്ക് മാസങ്ങളോളം താമസിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതുമാണ്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും പ്രവർത്തിക്കാനും സാധ്യത കാണുന്നു. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നതിനാൽ ചില ജോലിക്കാർക്കെല്ലാം അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടും. മാതൃകാപരമായിട്ടുള്ള പല വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളും ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ഒരു വർഷത്തേക്ക് ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഒരു വിഹംഗ വീക്ഷണം എന്ന നിലയിൽ 1-2 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. അനന്ത സാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളെപ്പറ്റി വിലയിരുത്തുവാനും ഒരുപക്ഷെ നിലവിലുള്ള ജോലിയിൽ ഇനി സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ അവസരങ്ങളോ വളരെ കുറഞ്ഞു വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതരമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ജോലിയിലിരുന്നു കൊണ്ട് പഠിക്കുകയാണെങ്കിൽ 2 വർഷം വേണ്ടി വരും. അതല്ല, ജോലി ഉപേക്ഷിച്ച് പഠിക്കുകയാണെങ്കിൽ 1 വർഷത്തേതാണെങ്കിൽ അങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നതും ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. എന്നാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകിയതിൽ നിരസിക്കപ്പെടുവാനുള്ള സാധ്യത പോലും പല രേഖാപരമായിട്ടുള്ള അപാകതകളെ കൊണ്ട് നിരസിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. അസുഖങ്ങൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും വിദഗ്ധമായുള്ള പരിശോധനയിൽ മാരകമായുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നതുമുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ആത്മസംയമനം പാലിക്കണം. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിച്ചും കൊണ്ടും പരിമിതികൾക്കനുസരിച്ച് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും അവരെ സംരക്ഷിച്ചും കൊണ്ടും ജീവിതത്തെ നയിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ജോലിക്കാർക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശങ്ങളും പരിശീലനവും നൽകുവാനിടവരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിരന്തരമായിട്ട് നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുന്നതിനാൽ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനും ഏറെക്കുറെ തൃപ്തിയായ വിലയ്ക്ക് വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ 1 വർഷം അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ദീർഘകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരു കർഷകൻ്റെ സഹായവും അതിലുപരി ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ഡിസംബർ, ജനുവരി എന്നീ മാസകാലങ്ങളിൽ നടക്കുന്ന കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കാനിടവരും. കഴിഞ്ഞ മാസം എഴുതിയിട്ടുള്ള പരീക്ഷ, ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മാസത്തിൽ എഴുതുന്നതിൽ അത്ര തന്നെ നേട്ടം അല്ലെങ്കിൽ അത്ര തന്നെ ആത്മവിശ്വാസത്തോടു കൂടി എഴുതാൻ സാധിക്കാത്തത് വഴി മാനസികമായിട്ട് വ്യഥകൾ ഉണ്ടാകുവാനിടയുണ്ട്. എന്നാൽ പലർക്കും ഇതിനുവേണ്ടി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തുന്നത് ഏറെക്കുറെ വിജയം കൈവരിക്കാൻ തക്കവണ്ണമുള്ള
അങ്ങനെയുള്ള പരീക്ഷ എഴുതാൻ സാധിക്കുന്നതുമാണ്. സ്വപ്നത്തിൽ കാണുവാനിടയായ പല കാര്യങ്ങളും സാക്ഷാത്കരിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. പലപ്പോഴും ഇനിയുള്ളൊരു വർഷം ചെയ്തു വരുന്ന പല കാര്യങ്ങൾക്കും ഒരുപക്ഷെ സഹപ്രവർത്തകർക്കോ മേലുദ്യോഗസ്ഥനായിരിക്കും അതിൻ്റെ ഒരു നേട്ടമുണ്ടാവുക. സ്വന്തം നിലയിൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും കൃതാർത്ഥതയോടുകൂടി ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിച്ചു എന്ന കൃതാർത്ഥതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ തയ്യാറാകുവാനും ഈ ജൂൺ മാസത്തിൽ മാത്രമല്ല ഇനി ഒരു വർഷത്തേക്ക് അങ്ങനെ വേണ്ടി വരും എന്ന ധാരണയോടുകൂടി ആശ്വാസപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഈ ജൂൺ മാസത്തിലെ മകൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.